നിങ്ങൾ കടന്നു പോകുന്ന ശോധനകൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങൾ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ ദൈവം തൻ്റെ മഹത്വമാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങളിന്ന് കടന്നു പോകുന്ന ഓരോ ശോധനയ്ക്കും പിന്നിൽ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ! അതിനകത്തൊരു ദൈവമഹത്വം വെളിപ്പെടാനുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യനായിരുന്ന പത്രോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നല്ലോ. നിന്ന സഹിക്കുക, കഷ്ടത സഹിക്കുക, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുക, ഇതൊക്കെയാണ് പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിലെ വിഷയങ്ങൾ. നിന്ന സഹിക്കുമ്പോൾ, കഷ്ടത സഹിക്കുമ്പോൾ മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഹല്ലേലൂയ! പരിശുദ്ധാത്മാവ് തന്ന ആലോചന ഇതാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ, ക്രിസ്ത്യാനികളല്ല, ദൈവത്തിൻ്റെ മക്കൾ നിന്നയും കഷ്ടതയും സഹിക്കുമ്പോൾ, അത് എന്ത് കാരണത്താലായാലും നിങ്ങളിത് സഹിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളിൽ ആവസിക്കുന്നു. അപ്പൊ അതിൻ്റെ അർത്ഥം ഈ കഷ്ടതയും ഈ വേദനയും ഈ ശൂന്യതയും ഈ ഹീനതകളെയും എല്ലാം ദൈവം മഹത്വത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് മഹത്വം വെളിപ്പെടുത്തും. ആമേൻ! അതാ ഇന്ന് കർത്താവ് തരുന്ന ദൂതതാണ്. ആ വിഷയത്തെ ദൈവം ഒരു മഹത്വമാക്കി മാറ്റും. അതിലൂടെ ഒരു മഹത്വം വെളിപ്പെടാനുണ്ട്. ആ വേദനയിലൂടെ ദൈവമഹത്വം വെളിപ്പെടാനുണ്ട്. ഹല്ലേലൂയ! യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ ഒരു ഭവനത്തിലുണ്ടായ അതിദാരുണമായ ഒരു സംഭവം, വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം. ലാസർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട്, മരണവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. അവിടെ ലാസർ യേശു ഏറ്റവും സ്നേഹിച്ച ഒരു സഹോദരനായിരുന്നു. അവൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയയും ഒക്കെ യേശുവിനെ ശുശ്രൂഷിച്ചവരുമാണ്. എന്നാൽ ലാസർ ദീനമായി കിടന്ന വിഷയം യേശുവിനെ അറിയിച്ചപ്പോൾ യേശു വീട്ടിലേക്ക് വന്നില്ല. പക്ഷേ അറിയിച്ചു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു വാക്ക് കേട്ടോണം. 11-ാം അധ്യായം 4-ാം വാക്യം, യോഹന്നാൻ 11:4. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് പറഞ്ഞു. ആമേൻ! ഇത് യേശു പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസർ സൗഖ്യമായൊന്നുമില്ല, ലാസർ മരിച്ചുപോയി. അപ്പൊ അതൊരു വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. ഈ ദീനത്തിലൂടെ ഒരു സൗഖ്യം, അല്ലെങ്കിൽ ഇത് മരിക്കത്തില്ല, മഹത്വമാ വെളിപ്പെടാൻ പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷേ പറഞ്ഞതുപോലെ ഒന്നും സംഭവിച്ചില്ല, ഒരു മരണമാണ് ഉണ്ടായത്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ സഹോദരനായ ലാസർ അവൻ ഉറങ്ങുകയാണ്. നമ്മൾ അവരെ ഉണർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ! ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ, നമ്മൾ നേരിടുന്ന വിഷയങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടിലല്ല ദൈവം കാണുന്നത്. ദൈവം ഒരു വിഷയത്തിൽ നിനക്കൊരു വാഗ്ദാനം നൽകുന്നുണ്ട്, അത് നടക്കും, അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അക്ഷരികമായോ മാനുഷികമായോ യാഥാർത്ഥ്യപരമായിട്ടോ വസ്തുതാപരമായിട്ടോ ഒക്കെ അതിന് വിപരീതമായ ഫലമാണ് വന്നിരിക്കുന്നതെങ്കിലും ദൈവം അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ മരിക്കുന്നില്ല, ദൈവത്തിന് മുമ്പിൽ നശിക്കുന്നില്ല, ദൈവത്തിൻ്റെ മുമ്പിൽ നെഗറ്റീവായിട്ടുള്ള ഒരു മറുപടിയും വരുന്നില്ല. ദൈവത്തിന് സകലതും അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ട് അവൻ നോക്കിയിട്ട് പറയാണ്, നമ്മുടെ സഹോദരൻ ഉറങ്ങുകയാണ്, എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ താൽക്കാലികമായി നമ്മുടെ കാഴ്ചപ്പാടിൽ ഈ റിപ്പോർട്ടുകളൊക്കെ പ്രസക്തമായിരിക്കാം. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവൻ പറഞ്ഞത് വിശ്വസിച്ചേ പറ്റുകയുള്ളൂ. ഇവൻ മരിക്കുകയില്ല, മരണമല്ല, ഇതൊരു ഉറക്കമായിരിക്കും, ഇതിലൂടെ ദൈവമഹത്വം വെളിപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ കർത്താവ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊന്നും അല്ലല്ലോ ഞങ്ങളിൽ സംഭവിക്കുന്നത്, പറഞ്ഞ വാക്കുകൾ പോലെ അല്ലല്ലോ ഇവിടെ നടന്നെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അല്ല, അതിനകത്തൂടെയുള്ള ദൈവിക പദ്ധതി നിറവേറുമെന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവരിലൂടെ ദൈവമഹത്വം വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ! ഒരുപാട് ആശങ്കപ്പെട്ടു ഈ ലാസറിന്റെ സഹോദരിയായ മാർത്ത. വളരെയധികം ആശങ്കപ്പെട്ടു. പല പ്രാവശ്യം പല ചോദ്യങ്ങൾ യേശുവിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒടുവില് ലാസറിന്റെ കല്ലറയുടെ അടുക്കിലേക്ക്, ലാസർ മരിച്ചു, അടക്കം കഴിഞ്ഞു, 4-ാം ദിവസമായി യേശു ശിഷ്യന്മാരും വന്നിരിക്കുകയാണ് ഇപ്പോൾ കാണുവാനായിട്ട്. പക്ഷെ അന്ന് യേശു പറഞ്ഞിരുന്നു, ഇത് മഹത്വത്തിന് വേണ്ടിയുള്ളതാണ്. ആരും അംഗീകരിക്കാൻ തയ്യാറായില്ല. അവിടെ ആരിലും വിശ്വാസം വന്നില്ല.
യേശുവിൻ്റെ കൂടെ നടന്ന 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന തോമാസ് പറഞ്ഞു, നമ്മളും ഇവൻ്റെ കൂടെ അതിൽ ഇറങ്ങി തിരിച്ചല്ലോ, ചാകാൻ പോകുവാണ്, നമുക്കും മരിക്കാൻ പോകാമെന്ന് പറഞ്ഞൊക്കെ. അങ്ങനെയാണ്. അവരൊന്നും വിശ്വാസത്താൽ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. യേശുവിൻ്റെ ആ മരിച്ചുപോയ അവൻ്റെ സഹോദരിമാരോടും പറഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കും പറഞ്ഞപ്പോഴും അവർ പറഞ്ഞത്, ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽക്കുമല്ലോ, ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ അവർക്കും ഉയർത്തെഴുന്നേറ്റ നല്ലതെന്ന് അവർക്കറിയാമെങ്കിൽ പോലും ഇത് നടക്കാൻ സാധ്യതയില്ലല്ലോ, 4 ദിവസം ആയല്ലോ. അപ്പൊ ഇങ്ങനെ മുഴുവൻ അസാധ്യതകളും അവിശ്വാസവും നിൽക്കുമ്പോഴും, അസാധ്യതകളും അവിശ്വാസങ്ങളും നിങ്ങളുടെ പ്രശ്നത്തിന് മുകളിൽ നിൽക്കുമ്പോഴും കർത്താവിനൊരു പദ്ധതി ഉണ്ട്. അവൻ പറഞ്ഞത് അവൻ നിവർത്തിച്ചിരിക്കും. യെസ്, ഇന്ന് നിങ്ങളത് വിശ്വസിച്ചോ? ദൈവത്തിന്റെ പദ്ധതി നടപ്പാകും. ദൈവത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തും. ഒരു വേള ഞാനൊന്ന് ചേർത്ത് പറഞ്ഞാൽ, ചില അവിശ്വാസങ്ങൾ പോലും ദൈവം തള്ളിക്കളഞ്ഞിട്ട്, ചില മാനുഷികമായ യാഥാർത്ഥ്യങ്ങളുടെ വാക്കുകൾ പോലും തള്ളിക്കളഞ്ഞിട്ട് ദൈവത്തിന്റെ പദ്ധതി കർത്താവ് സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയിരിക്കും. ഹല്ലേലൂയ. ഞാൻ പറയാം, നമുക്കെല്ലാവർക്കും വിശ്വാസം ഉണ്ടെങ്കിലും നമ്മുടെ വിശ്വാസം പതറിപ്പോകുന്ന ചില സമയമുണ്ടാകും. വിശ്വാസം പതറിപ്പോകും. എൻ്റെ വിശ്വാസം വലുതായതുകൊണ്ട് ദൈവം ഒരു അത്ഭുതം ചെയ്തു എന്ന് പറയാനൊന്നും ചിലപ്പോൾ നടന്നു വരത്തില്ല. പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ വിശ്വാസം എല്ലാം പോയി. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ ഞങ്ങൾ ചത്തുപോകുമെന്ന് ചിന്തിച്ചു, മരിച്ചു പോകുന്ന ചിന്തിച്ചത്. അപ്പം മരിച്ചൊന്നുമില്ല, എന്നാൽ അതിന് ശേഷം എന്തെങ്കിലും വിശ്വസിക്കണേ അങ്ങനെ വിശ്വസിക്കാം. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കേണ്ടി വന്നു, ഞങ്ങൾക്ക് അടി കിട്ടിയപ്പോൾ. അതുപോലുള്ള പ്രശ്നം വന്നപ്പോൾ ചത്തുപോകുന്നുള്ള കാര്യം തീരുമാനമായി. ഇനി മരിച്ചവരെ ഉയർപ്പിക്കാൻ ദൈവത്തിന് കഴിയുമല്ലോ, ഇനി അങ്ങനത്തെ ഒരു വിശ്വാസം വിശ്വസിച്ചേക്കാം എന്ന് വരെ ഞങ്ങൾ ചിന്തിച്ചു. അപ്പൊ ചുരുക്കത്തിൽ വിടുതല കിട്ടുമെന്നുള്ള വിശ്വാസമൊക്കെ പോയി. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് വിശ്വാസമൊക്കെ കൈവിട്ടു പോകുന്ന സമയമൊക്കെ വരും. അപ്പോൾ ദൈവത്തെ അതുകൊണ്ട് തള്ളിപ്പറയുകയോ ഉപേക്ഷിക്കുകയല്ല, മരിച്ചവരെ ഉയർപ്പിക്കാൻ ദൈവത്തിന് പറ്റുമല്ലോ. അതൊരു മറ്റൊരു മേഖലയിൽ കയറുക. ഹല്ലേലൂയ. ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യരുത്. നമ്മൾക്ക് സംശയം വേണേൽ ചോദിക്കാന്നുള്ളതേ ഉള്ളൂ. ദൈവം വലിയവനാണ്, ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കടന്നു പോകുന്ന ഈ ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൊണ്ട്, നെഗറ്റീവായ അനുഭവങ്ങൾ കൊണ്ട് ചോദ്യങ്ങളോ പിറുപിറുപ്പോ മത്സരം ഒന്നും വേണ്ട. അതിനകത്തൊക്കെ ഒരു ദൈവോദ്ദേശം ഉണ്ടെന്ന് ചിന്തിച്ചോളാം. എളുപ്പമല്ല, ഞാൻ ഈ പറയുന്ന അനുഭവത്തിലൂടെ പോകുമ്പോൾ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അത് അങ്ങനെയാണ് നടക്കേണ്ടത്. മാർത്ത പറയാണ്, കർത്താവേ 4 ദിവസമായി നാറ്റം വെച്ചിരിക്കുന്നു, കല്ല് മാറ്റാനൊന്നും പറ്റത്തില്ല. കർത്താവ് പറയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് നിന്നോട് പറഞ്ഞില്ലയോ? ഹല്ലേലൂയ. ഒരു മഹത്വത്തിന് വേണ്ടിയല്ലേ നിന്നെ നിർത്തിയിരിക്കുന്ന അതിൻ്റെ അർത്ഥം. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതം, നിങ്ങൾ ഇന്ന് മറ്റുള്ളവർ കാണുന്ന ഹീനമായ അനുഭവം, നിങ്ങൾ കടന്നു പോകുന്ന ആ ഹീനമായ അനുഭവം ഉണ്ടല്ലോ, വിശ്വാസിയായി തീർന്നിട്ടും വലിയ വിടുതൽ ഉണ്ടാകും എന്നൊക്കെ പലരും പറഞ്ഞിട്ടും ഒന്നും നടക്കാതെ വരുന്ന ആ ഹീനമായ അനുഭവം, ആ നാറ്റം വെച്ച അനുഭവം ഉണ്ടല്ലോ, ആ നാറ്റം വെച്ച അനുഭവത്തിനകത്തും കർത്താവ് വന്നു നിന്നിട്ട് ഇത് ഹീനമായി പോയി, ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങ് തീരുവെന്നല്ല പറഞ്ഞത്, അതിനെ മഹത്വമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഒരത്ഭുതമാകും. എത്രയും ഹീനതയെ കൂടെ കടന്നു പോയോ അതിനനുസരിച്ചൊരു മഹത്വമായിരിക്കും വെളിപ്പെടുവാനുള്ളത്. ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിച്ചോ? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി. എനിക്കറിയാം, ഈ ദൂത് പറയുന്നത് ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാതെ അടക്കം ചെയ്ത കേസ് പോലെ ചീഞ്ഞളിഞ്ഞു പോയല്ലോ, പറയുന്നതോറും പ്രാർത്ഥിക്കുന്നതോറും അളിഞ്ഞളിഞ്ഞു പോകുകയാണ്, നാണം കെട്ട് പോകുകയാണ്. ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ച പോലെ ഒന്നും നടന്നില്ല, പ്രാർത്ഥിക്കുന്നവർ പറഞ്ഞിട്ടും പ്രവചിച്ചിട്ടും കാര്യം നടന്നില്ല എന്ന് പറയുന്ന ചില വിഷയമുണ്ടല്ലോ. അത് പോകട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ കർത്താവിന് അതിനകത്തൊരു പദ്ധതിയുണ്ട്, കർത്താവിന് അതിനകത്തൊരു മഹത്വം വെളിപ്പെടുത്താനുണ്ട്. ഒരു ആമേൻ പറഞ്ഞു കേട്ടോ. കർത്താവ് അവന്റെ മഹത്വം വെളിപ്പെടുത്തും, സമയത്ത് വെളിപ്പെടുത്തും. കാരണം ഞാൻ ക്രിസ്ത്യാനിയാ, ഞാൻ ദൈവത്തിന്റെ പൈതല, ഞാൻ യേശുവിന് വേണ്ടി ജീവിതം കൊടുത്ത വ്യക്തിയാ. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പത്രോസും യൂദയും തമ്മിലുള്ള വ്യത്യാസം. പത്രോസ് യേശുവിനെ സ്നേഹിച്ച വ്യക്തിയാണ്, അതുകൊണ്ടാണ് പിന്മാറിപ്പോയപ്പോൾ അവനെ മടക്കി കൊണ്ടുവന്നു. യൂദയുടെ ഉള്ളിൽ യേശുവിനോട് അങ്ങനെ സ്നേഹം ഉണ്ടായില്ല, യേശുവിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും കർത്താവിനുള്ള സ്നേഹം മാറിപ്പോകരുത്. സ്നേഹം പോയാൽ എല്ലാം പോയി. സ്നേഹം പോകരുത്. അതുകൊണ്ട് യേശു 3 പ്രാവശ്യം ചോദിക്കുക, യോഹന്നാന്റെ മകനായ ശിമോനെ നീ സ്നേഹിക്കുന്നോ? പത്രോസിന്റെ മറുപടി, അയ്യോ എനിക്ക് സ്നേഹം പോയല്ലോ, എനിക്ക് സ്നേഹം ഇല്ലാതായി പോയല്ലോ എന്നല്ല, ഞാൻ സ്നേഹിക്കുന്നു തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ശോധനയുടെ നടുവിൽ നമ്മൾ കർത്താവിനോട് സ്നേഹം മുറുകെ പിടിച്ചോ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുന്നത് ആരെന്ന് പൗലോസ് ചോദിക്കില്ലേ? കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ, ക്രിസ്തുവേശുവിലുള്ള ദൈവസ്നേഹത്തിന് തന്നെ വേർതിരിപ്പാൻ ആർക്കും കഴിയില്ല. എനിക്ക് ആ സ്നേഹം ഒട്ടും കുറയത്തില്ലെന്നാണ് പറഞ്ഞത്. ആ ദൈവസ്നേഹത്തിൽ തന്നെ വേർതിരിപ്പാൻ പറ്റുകയില്ല. ഇതെല്ലാം വന്നാൽ എൻ്റെ സ്നേഹം കുറയത്തില്ല.
ആമേൻ. നിങ്ങളൊരു മഹത്വം വെളിപ്പെടും. ഈ വിഷയങ്ങൾ, ഈ ശൂന്യതകൾ, ഈ ഹീനതകൾ ഇതെല്ലാം ഒരു മഹത്വ വിഷയമായി മാറും. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവിക മഹത്വം വെളിപ്പെടും. അവിടെ നിന്നാണ് അതിൻ്റെ ഉത്തരവാദിത്തമുള്ളത്, അവിടെ നിന്നാണ് അതിന് അധികാരമുള്ളത്. കർത്താവെ, ഞങ്ങൾക്ക് ചിലപ്പോൾ സംശയം വന്നിട്ടുണ്ട്, അവിശ്വാസം വന്നിട്ടുണ്ട്, ക്ഷമിക്കണം കർത്താവേ. അവിടെ നിന്ന് അത് കണക്കാക്കാതെ അത്ഭുതം ചെയ്യണമേ. എൻ്റെ മക്കളുടെ ജീവിതത്തിലെ ശൂന്യതകളെ, ഹീനതകളെ മഹത്വ വിഷയമാക്കി, തേജസ്സിൻ്റെ വിഷയമാക്കി, മഹത്വത്തിൻ്റെ ആത്മാവിലൂടെ അത് വെളിപ്പെടുത്താൻ പോകുന്നതിനായി നന്ദി. അവിടുത്തെ മക്കളിൽ മഹത്വത്തിൻ്റെ ആത്മാവ് തന്നെ വസിക്കുന്നു കർത്താവേ. ഹീനതയുടെ ആത്മാവല്ല കർത്താവേ, ജീർണതയുടെ ആത്മാവല്ല, മഹത്വത്തിൻ്റെ ആത്മാവാണ് ഇവരിൽ വസിക്കുന്നത്. സകലതും മഹത്വമാക്കി മാറ്റണമേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറേ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം, പങ്കുവയ്ക്കണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ഹോപ്പ്ഫുൾ ഡേ.